നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ഒറീസയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി ജവാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മരിച്ചത് ചിതറ മതിര കാക്കാങ്കുന്ന് അനശ്വരാലയത്തിൽ നളിനാക്ഷൻ നായർ. മന്ത്രവാദത്തിന്റെ മറവിൽ പുരാവസ്തുക്കൾ വിൽപ്പന നടത്തിയിരുന്ന രണ്ടംഗ സംഘം കടക്കൽ പോലീസിന്റെ പിടിയിൽ. വികസന പാതയിൽ പുതിയ കാൽവയ്പ് നടത്തി കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാം. വികസന പദ്ധതികളുടെ ഉദ്ഘാടനം 12-ന്. ഒറീസയിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി ജവാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ചിതറ മതിര കാക്കാംകുന്ന് അനശ്വരാലയത്തിൽ നളിനാക്ഷൻ നായരാണ് മരിച്ചത്. 6 മാസമായി കൊൽക്കത്തയിലെ CRPF യൂണിറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന നളിനാക്ഷൻ നായർ ഡിസംബർ 6-ന് രാത്രി 11:45-ന് ഹൌറ ചെന്നൈ എക്സ്പ്രസിൽ നാട്ടിലേക്ക് തിരിച്ചതായിരുന്നു. ട്രെയിനിൽ കയറിയ ശേഷം വീട്ടിലേക്ക് വിളിച്ച് യാത്ര തിരിച്ച കാര്യം അറിയിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞെങ്കിലും ഫോൺ കോൾ വരാഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾ തിരികെ വിളിച്ചു. എന്നാൽ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല. വൈകിട്ട് 7 മണിയോടെ വിളിച്ചപ്പോൾ സഹയാത്രികനാണ് ഫോൺ എടുത്തത്. നളിനാക്ഷൻ നായർ ഭുവനേശ്വറിൽ ചായ കുടിക്കാൻ ഇറങ്ങിയെന്നും തിരികെ ട്രെയിനിൽ കയറിയില്ല എന്നും ഇയാൾ പറഞ്ഞു. ശിവകുമാർ എന്ന ആർമി ഉദ്യോഗസ്ഥനാണ് താനെന്നും ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നു. പിന്നീട് യാതൊരു വിവരവും കിട്ടാഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾ കൊൽക്കത്തയിലും പള്ളിപ്പുറത്തുള്ള CRPF ക്യാമ്പിലും ബന്ധപ്പെട്ടു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, MP ശശി തരൂർ, MP A സമ്പത്ത് തുടങ്ങിയവർക്ക് പരാതിയും നൽകി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഒറീസയിലെ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ മൃതദേഹം നളിനാക്ഷൻ നായരുടേതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, വിവിധ ജനപ്രതിനിധികൾ, ബന്ധുക്കൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വിലാപയാത്രയായി കാക്കാങ്കുന്നിൽ എത്തിച്ച മൃതദേഹം കാണാൻ വൻ ജനാവലി സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാതെ സംസ്കരിച്ചു. സജിതകുമാരിയാണ് ഭാര്യ. അനശ്വര എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. മന്ത്രവാദത്തിന്റെ മറവിൽ പുരാവസ്തുക്കൾ വിൽപ്പന നടത്തിയിരുന്ന രണ്ടംഗ സംഘം കടക്കൽ പോലീസിന്റെ പിടിയിൽ. ചിതറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇരുവരും. അന്യസംസ്ഥാനക്കാരായിരുന്നു ഇവരുടെ പ്രധാന ഇടപാടുകാർ. ചിതറ തുമ്പമൺതൊടി കാരറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ബംഗളൂരു ജയ്നഗറിൽ അസ്ലം ഖാൻ എന്ന 48-കാരൻ, ബാലരാമപുരം പ്ലാമൂട് വിളാകം വീട്ടിൽ അംജദ് ഖാൻ എന്ന 26-കാരൻ എന്നിവരെയാണ് കടക്കൽ CI B ഹരികുമാറും SI MA കബീറും അടങ്ങുന്ന സംഘം പിടികൂടിയത്. സംഘത്തിലെ പ്രധാനി കാട്ടാക്കട കിള്ളി നാട്ടിറാഞ്ചിറ മുഹമ്മദ് മൻസിലിൽ മുഹമ്മദ് അജ്മൽ തങ്ങൾ എന്ന 31-കാരൻ ഓടി രക്ഷപ്പെട്ടു. കാരറയിലെ ഒരു വീട്ടിൽ താമസിച്ച് മന്ത്രവാദവും ഇതിന്റെ മറവിൽ പുരാവസ്തുക്കളുടെ വിൽപ്പനയും നടത്തിവരികയായിരുന്നു സംഘം. അന്യസംസ്ഥാനക്കാരടക്കം നിരവധി പേർ ഇവിടെ നിത്യസന്ദർശനം നടത്തിയതോടെ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇവരിൽ നിന്ന് നിരവധി പുരാവസ്തുക്കളും മാൻകൊമ്പ്, ചന്ദനത്തടികൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ, പെൻഡ്രൈവുകൾ, തകിടുകൾ, വിവിധതരം കല്ലുകൾ, ചെമ്പുകുടങ്ങൾ, ഉടവാൾ, വിളക്കുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത പെട്രോമാക്സുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ഉപയോഗിച്ചവയാണെന്ന് സംശയിക്കുന്നു. ഇവ യഥാർത്ഥ പുരാവസ്തുക്കൾ തന്നെയാണെങ്കിൽ കോടികൾ വിലമതിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വികസന പാതയിൽ പുതിയ കാൽവെപ്പ് നടത്തുകയാണ് കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാം. സമഗ്ര വികസനത്തിന്റെ ഭാഗമായി 1,42 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ഇവിടെ ചെലവഴിച്ചത്. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. മൃഗസംരക്ഷണ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും പുതിയ ആശയങ്ങളും കർഷകരിലേക്ക് എത്തിക്കുക, പാൽ ഉത്പാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക, യുവസംരംഭകരെ ഈ രംഗത്തേക്ക് ഉയർത്തുക, കർഷകർക്ക് വിദഗ്ധ പരിശീലനം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഫാമിൽ ജില്ലാ പഞ്ചായത്തിന്റെ 2013-2014 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,42 ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള വികസന പദ്ധതികളാണ് തയ്യാറായത്. ഗസ്റ്റ് ഹൌസ്, ഹൈടെക് ഗോഡ് ഷെഡ്, മിൽക്ക് പാക്കിംഗ് യൂണിറ്റ്, ചാണകത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പ്ലാന്റ്, ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള കുളം, സ്പ്രിംഗർ ഇറിഗേഷൻ സംവിധാനം എന്നിവയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന ശുദ്ധമായ പാൽ ഉപഭോക്താക്കൾക്ക് അതിന്റെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് കവറിലാക്കി വിതരണം ചെയ്യുന്നതിന് മിൽക്ക് പാക്കിംഗ് യൂണിറ്റ് സജ്ജമായി. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ഫാമുകളിൽ ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം. ആടുവളർത്തൽ ആധുനികവത്കരിക്കുന്നതിന്റെ ഭാഗമായി വിവിധയിനം ആടുകളെയും ഓട്ടോമാറ്റിക് കുടിവെള്ള സംവിധാനവും സജ്ജീകരിച്ച ഹൈടെക് ഗോഡ് ഫാം 15 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബയോസെക്യൂരിറ്റി മെഫർ, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയുടെ ഭാഗമായി ദിവസം 1500 കിലോഗ്രാം ചാണകം സംസ്കരിക്കാൻ ശേഷിയുള്ള ബയോഗ്യാസ് പ്ലാന്റും ബയോഗ്യാസിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റും സ്ഥാപിച്ചു. ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് 130 ബൾബുകൾ പ്രകാശിപ്പിക്കാൻ സാധിക്കും. ഫാമിലേക്ക് ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനും പുൽകൃഷിക്ക് ജലസേചനം നടത്തുന്നതിനും 15 ലക്ഷം രൂപ ചെലവഴിച്ച് കുളം നിർമ്മിച്ചു. ഫാമിലെ ഉരുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുൽ നൽകുന്നതിന് 10 ഏക്കർ സ്ഥലത്ത് ആധുനിക രീതിയിൽ ജലസേചനം നടത്തുന്നതിന് സംവിധാനവും തയ്യാറായി. പഞ്ചായത്ത് ഫാമിന്റെ സമഗ്ര വികസന പദ്ധതിക്ക് വേണ്ടി ഇത്രയേറെ തുക ചെലവഴിച്ചുകൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്.
ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ഫണ്ടിൽ നിന്നാണ് 1,42,00,000 രൂപ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹൈടെക് ആട് ഫാം ആണ് 12-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഇവിടെയുള്ള വിവിധ ഇനം ബ്രീഡുകളെ നിലവിലുള്ള ഷെഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഹൈടെക് രീതിയിൽ വളർത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതോടൊപ്പം നിലവിലുള്ള ഷെഡുകൾ കൂടി ഹൈടെക് ആക്കിക്കൊണ്ട് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമുള്ള വിവിധ ബ്രീഡുകളുടെ പ്രദർശനം ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന നിലയിലാണ് ആലോചിക്കുന്നത്. ഈ വർഷത്തെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ വളർത്തു പക്ഷികളുടെയും അതുപോലെ തന്നെ വിവിധ വളർത്തു മൃഗങ്ങളുടെയും ഒരു പ്രദർശനം യൂണിറ്റും ഇവിടെ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുരുവട്ടുമല ബഫലോ ബ്രീഡിംഗ് ഫാമിലെ സമഗ്ര വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഡിസംബർ 12-ന് നടക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നൂതനങ്ങളായിട്ടുള്ള നിരവധി പദ്ധതികളാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പ് ചേർന്നിട്ട് ഈ ഫാമിൽ നടപ്പിലാക്കി വരുന്നത്. 12-ാം തീയതി കേരളത്തിലെ തന്നെ മറ്റൊരു ഫാമിലും ഇല്ലാത്ത നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഉദ്ഘാടനം 3:30 മണിക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇവിടെ പങ്കെടുത്തുകൊണ്ട് നിർവഹിക്കുക. 12-ാം തീയതി വൈകിട്ട് 3:30-ന് കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാമിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമഗ്ര വികസന പദ്ധതികളുടെയും ഗസ്റ്റ് ഹൌസിന്റെയും ഉദ്ഘാടനം മന്ത്രി കെ.പി. മോഹനൻ നിർവഹിക്കും. മിൽക്ക് പാക്കിംഗിന്റെ ഉദ്ഘാടനം എം.എൽ.എ. കെ.ബി. ഗണേഷ് കുമാറും ഹൈടെക് ഗോഡ് ഫാമിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എം.പിയും ചാണകത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിന്റെ ഉദ്ഘാടനം കെ.എൻ. ബാലഗോപാൽ എം.പിയും നിർവഹിക്കും. നവീകരിച്ച കാഫ് ഷെഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചർ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, കെപ്കോ ആശ്രയ പദ്ധതിയുടെ ഉദ്ഘാടനം പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജോസ്, നവീകരിച്ച ജലസ്രോതസ്സിന്റെ ഉദ്ഘാടനം KLDC ചെയർമാൻ ബെന്നി കക്കാട് എന്നിവർ നിർവഹിക്കും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ജയമോഹൻ അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ മൃഗസംരക്ഷണ രംഗത്തെ വൈവിധ്യവൽക്കരണത്തെപ്പറ്റി നടക്കുന്ന സെമിനാറിൽ കൊല്ലം CVO ഡോക്ടർ ബി. ബാഹുലയൻ ക്ലാസ് നയിക്കും. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ എം. അനിൽകുമാർ വിഷയം അവതരിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ജയമോഹൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കെ. മാത്യു, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജോസ്, ഫാം സൂപ്രണ്ട് ഡോക്ടർ വി. സുനിൽകുമാർ, ജെസി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ദർശനത്തിനുള്ള തിരക്ക് വർദ്ധിച്ച ശബരിമലയിൽ മോഷ്ടാക്കളും സജീവമായി. ഇവിടെ പക്ഷേ കള്ളന്മാർ മനസാക്ഷിയുള്ളവരാണ്. പണം മാത്രം അപഹരിക്കുന്ന കള്ളന്മാർ വിലപ്പെട്ട രേഖകൾ വല്ലതും കിട്ടിയാൽ സന്നിധാനം പോസ്റ്റ് ഓഫീസിലെ എഴുത്തുപെട്ടിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ എഴുത്തുപെട്ടി. പെട്ടിക്കുള്ളിലെ കത്ത് ശേഖരിക്കാനായി എത്തിയ പോസ്റ്റ്മാൻ ഉല്ലാസിന് ലഭിച്ചത് കത്തുകളെക്കാളേറെ വിലപിടിപ്പുള്ള ചില രേഖകൾ. ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ATM കാർഡ്, ഇങ്ങനെ പോകുന്നു ആ രേഖകൾ. പണമടങ്ങിയ പേഴ്സുകൾ മോഷ്ടിച്ച ശേഷം മനസാക്ഷിയുള്ള കള്ളന്മാർ എഴുത്തുപെട്ടിയിൽ നിക്ഷേപിച്ച വിലപിടിപ്പുള്ള രേഖകളാണ് ഇവ. തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്ന് സംഘമായി എത്തുന്നവരാണ് ഇവിടെ മോഷണം നടത്തുന്നത്. അയ്യപ്പന്മാരുടെ വേഷത്തിലെത്തുന്ന മോഷ്ടാക്കൾ തോൾസഞ്ചി കീറി പണമെടുത്ത ശേഷം രേഖകൾ എഴുത്തുപെട്ടിയിൽ നിക്ഷേപിക്കും. പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ഈ രേഖകൾ ബന്ധപ്പെട്ട ആളുകൾക്ക് അയച്ചു നൽകും. തീർത്ഥാടനം ആരംഭിച്ച ആദ്യ ദിനങ്ങൾ പിന്നിടുമ്പോൾ നിരവധി മോഷണ കേസുകളാണ് സന്നിധാനത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മോഷ്ടാക്കൾ പണം അപഹരിച്ചാലും വിലപിടിപ്പുള്ള രേഖകൾ തിരികെ ലഭിക്കുമെന്ന് ആശ്വസിക്കാം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അരിപ്പ ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏകതാ പരിഷത്ത് നേതാക്കൾ. സമരഭൂമി സന്ദർശിച്ച നേതാക്കൾ ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. ഭൂരഹിതരായ 1400 കുടുംബങ്ങൾ 2 വർഷമായി ഭൂമിക്ക് വേണ്ടി നടത്തിവരുന്ന സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് ദുഃഖകരമാണെന്ന് ഏകതാ പരിഷത്ത് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കൊല്ലം ജില്ലാ കോർഡിനേറ്റർ വടകോട് മോനച്ചന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിലെ അരിപ്പ സമരഭൂമിയിലെത്തിയ പ്രവർത്തകരെ സമരനായകനും ആദിവാസി ദളിത് മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീരാമൻ കൊയ്യോനും മറ്റ് ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. സർക്കാരിന്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അനധികൃതമായി സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച് അനുഭവിക്കുമ്പോൾ സ്വന്തമായി ഭൂമിയില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തി കൊടുക്കേണ്ട സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് സമരനായകൻ ശ്രീരാമൻ കൊയ്യോൻ പറഞ്ഞു. സമരഭൂമിയിൽ സ്വന്തമായി ചെയ്ത കൃഷി കാലവർഷക്കെടുതിയിൽ നശിച്ച് സമരക്കാർ ദുരിതത്തിലാണെന്ന് മനസ്സിലാക്കിയാണ് ഉത്പന്നങ്ങൾ എത്തിച്ചതെന്ന് വടകോട് മോനച്ചൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം മുഖ്യപ്രഭാഷണം നടത്തി. ഏകതാ പരിഷത്ത് സംസ്ഥാന കോർഡിനേറ്റർമാരായ പി. സതീഷ് കുമാർ മട്ടന്നൂർ, VM പവിത്രൻ തില്ലങ്കരി, അഡ്വക്കേറ്റ് സാജു ഖാൻ, മനോജ് സുമംഗലി, ശ്രീകുമാർ കൊല്ലം, മനോജ് ശാമുവേൽ, സജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്ത് 2015-16 വർഷത്തെ വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് കെ. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു.
റോഡുകൾക്കും കുടിവെള്ള പദ്ധതികൾക്കും മുൻഗണന നൽകുമെന്ന് കെ ശശിധരൻ പറഞ്ഞു. നമുക്ക് കൂടുതൽ റോഡിന്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ തുക ചെലവഴിക്കുവാനും ഈ വർഷം കൊണ്ട് തന്നെ പരമാവധി തുക ചെലവഴിച്ച് നമുക്ക് ഈ 2015-2016 ആകുമ്പോഴത്തേന് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യും. തുടർന്ന് വികസന സെമിനാറുകൾ സംഘടിപ്പിക്കും. ഇതിനും ശേഷമാണ് അന്തിമ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച യുവപ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. അന്ധതയെ മറികടന്ന് കേരള യൂണിവേഴ്സിറ്റി MA ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ 1ാം റാങ്ക് നേടിയ ഇടമൺ 34 സ്വദേശി B ഷമീറിനെയും LLM-ന് 1ാം റാങ്ക് നേടിയ ആഞ്ചല ശാന്തകുമാറിനെയും ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി അധ്യക്ഷയായി. സ്ഥിരം സമിതി അംഗം VM സലീം സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ബിജു, റീന സജീവ്, ഉഷാകുമാരി, C ചെല്ലപ്പൻ, K സുരേന്ദ്രൻ, ശ്യാമള സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ക്രിസ്തുമസ് അടുത്തതോടെ പുനലൂർ പട്ടണത്തിലെ നക്ഷത്ര വിപണികൾ സജീവം. വിവിധ രൂപങ്ങളിലുള്ള നക്ഷത്രങ്ങൾക്ക് 5 രൂപ മുതൽ 450 രൂപ വരെയാണ് വില. ബിജിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുപ്പിറവിയുടെ മഹത്വം വിളിച്ചോതി ക്രിസ്മസ് ദിനത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ പുനലൂർ പട്ടണത്തിലെ നക്ഷത്ര വിപണികളും സജീവം. ഫാൻസി കടകളും ബുക്ക് സ്റ്റോളുകളുമടക്കം മിക്ക വ്യാപാര സ്ഥാപനങ്ങളുടെയും മുന്നിൽ നിരനിരയായി നക്ഷത്രങ്ങൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നക്ഷത്ര വിപണിയിൽ വിൽപ്പന നേരത്തെ ആരംഭിച്ചതായും കൂടുതൽ കച്ചവടം നടന്നുവരുന്നതായും വ്യാപാരികൾ പറയുന്നു. 5 രൂപ മുതൽ 400 സംതിങ് വരെയുള്ള സ്റ്റാർട്ട് ലഭ്യമാണ്. പിന്നെ വിപണിയൊക്കെ ഇപ്പോൾ നേരത്തെ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തിനെ കണ്ട് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാർഡായാലും അതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ട്. ഒരുപാട് കളക്ഷൻ, സ്റ്റാറിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് വരെ ഒരുപാടുണ്ട്. പിന്നെ വിലയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും വിപണിയൊക്കെ നല്ല കഴിഞ്ഞ വർഷത്തിനേക്കും കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 രൂപ മുതൽ 450 രൂപ വരെ വിലയുള്ള നക്ഷത്രങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിലും പേപ്പറിലുമായി നിർമ്മിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളുടെ രൂപങ്ങളിലെ വ്യത്യസ്തതയും ഏറെ ശ്രദ്ധേയമാണ്. 5 കാല് മുതൽ 24 കാലുകൾ വരെയുള്ള നക്ഷത്രങ്ങളാണ് വിപണി കീഴടക്കാൻ എത്തിയിരിക്കുന്നത്. നക്ഷത്രങ്ങൾക്ക് പുറമെ ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കാനുള്ള വൈദ്യുത ലൈറ്റുകളും പുൽക്കൂടുകളും വിപണിയിലെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കച്ചവടം കൂടുതൽ മെച്ചമാകുമെന്ന വിശ്വാസത്തിലാണ് വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജീവനക്കാർ ഇല്ലാത്തതിനാൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന ആര്യങ്കാവിലെ PWD ഗസ്റ്റ് ഹൌസ് തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യം. മണ്ഡലകാലത്ത് ഇത് തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 1.5 വർഷമായി പൂട്ടിയിട്ടിരിക്കുന്ന ആര്യങ്കാവ് PWD ഗസ്റ്റ് ഹൌസിൽ ഒരു താൽക്കാലിക സ്വീപ്പർ മാത്രമാണ് ഉള്ളത്. 7 മുറികളും ഒരു കോൺഫറൻസ് ഹാളുമുള്ള ഗസ്റ്റ് ഹൌസ് പൊതുജനങ്ങൾക്ക് മുമ്പ് ദിവസ വാടകയ്ക്ക് നൽകിയിരുന്നു. ഒരു ദിവസത്തേക്ക് 200 രൂപയായിരുന്നു വാടക. മണ്ഡലകാലത്ത് അന്യസംസ്ഥാന തീർത്ഥാടകർക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിന്റെ പേരിൽ ഗസ്റ്റ് ഹൌസ് അടച്ചിട്ടിരിക്കുകയാണ്. സമീപത്തെ സ്വകാര്യ ലോഡ്ജുകളെ സഹായിക്കാൻ വേണ്ടിയാണ് PWD ഗസ്റ്റ് ഹൌസ് തുറക്കാത്തത് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ഗസ്റ്റ് ഹൌസ് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ അധികൃതർ ഉദാസീനത കാട്ടുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി ജോസഫ് ആരോപിച്ചു. ഈ റെസ്റ്റ് ഹൌസ് ശബരിമല സീസണിലും അതുപോലെ തന്നെ ആര്യങ്കാവ് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് മധുരയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന വരുമാനത്തെക്കാൾ കൂടുതലായി പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് താമസിക്കാൻ വളരെ റേറ്റ് കുറഞ്ഞ റൂമുകളാണ് ഉള്ളത്. 200 രൂപയാണ് അവിടെ റൂം. പുറത്തുള്ള ലോഡ്ജുകളെല്ലാം 400 രൂപ, 500 രൂപ, 1000 രൂപ വരെ ഈടാക്കുമ്പോൾ ഗവൺമെന്റ് റെസ്റ്റ് ഹൌസ് എന്നുള്ള നിലയിൽ 200 രൂപ വാടകയ്ക്കാണ് തീർത്ഥാടകർക്ക് ഈ റൂം കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വർഷം മധുരയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന ജീവനക്കാർക്ക് മറ്റു ആളുകൾക്ക് തങ്ങാനുള്ള സ്ഥലം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അടിയന്തരമായി ജീവനക്കാരെ പോസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്ന ആളുകൾക്ക് തങ്ങുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ മുഴുവൻ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറീസയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി ജവാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മരിച്ചത് ചിതറ മതിര കാക്കാങ്കുന്ന ആനശ്വരാലയത്തിൽ നളിനാക്ഷൻ നായർ. മന്ത്രവാദത്തിന്റെ മറവിൽ പുരാവസ്തുക്കൾ വിൽപ്പന നടത്തിയിരുന്ന 2 അംഗ സംഘം കടക്കൽ പോലീസിന്റെ പിടിയിൽ. വികസന പാതയിൽ പുതിയ കാൽവയ്പ് നടത്തി കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാം. വികസന പദ്ധതികളുടെ ഉദ്ഘാടനം 12-ന്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വിജയകൃഷ്ണ ജുവലേഴ്സ്, BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ് പുനലൂർ. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, ആസ് പ്യുവർ ആസ് യുവർ ലവ്. കടവിൽ ബാബു ആൻഡ് കമ്പനി. RK സാരീസ് ആൻഡ് മെൻസ് പ്രൈഡ് പുനലൂർ. ഫാത്തിൻ ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പുനലൂർ. ഇടിമണ്ണിക്കൽ ജുവലറി, അദാബുദ്ധ്. സൺസിറ്റി ഗോൾഡ് പാർക്ക് പത്തനാപുരം. ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ. കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം പുനലൂർ. ഇംപീരിയൽ ബേക്കേഴ്സ്, പവർ ഹൗസ് ജംഗ്ഷൻ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആൻഡ് ചെമ്മന്തൂർ പുനലൂർ.